ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. നാളെ 2026 ജൂൺ 17 ബുധനാഴ്ച, തൃതീയ തിഥിയും പുണർദ നക്ഷത്രവും ചേർന്നു വരുന്ന ഒരു പുണ്യദിനമാണ്. ഹിന്ദു സംസ്കാരമനുസരിച്ച് ബുധനാഴ്ച ദിവസം ബുധഗ്രഹത്തിന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ വിഘ്നവിനാശകനായ വിനായകനും പ്രാധാന്യമുള്ള ദിവസമാണ്. ബുധനാഴ്ച ദിവസം ഭഗവാൻ കൃഷ്ണനും ഏറെ പ്രാധാന്യമുള്ള ദിനമാണെന്നറിയാമല്ലോ. ബുധനാഴ്ച ദിവസം വ്രതം ആചരിക്കുന്നതിലൂടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിലൂടെ വിദ്യാഭ്യാസത്തിലും ജോലിയിലും ബിസിനസ്സിലുമൊക്കെ വിജയം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങി നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും. ബുധനാഴ്ച ദിവസം വ്രതം ആചരിക്കുന്നതിലൂടെ ബുദ്ധിശക്തി വർദ്ധിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതിനാൽ അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കുട്ടികളുടെ പേരിലും ആർക്കാണോ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരുടെ പേരിലും വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തുന്നത് പഠനത്തിൽ കൂടുതൽ ശോഭിക്കാനും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും ജോലിയിൽ ഉയർച്ചയുണ്ടാവാനും സഹായിക്കും. കൂടാതെ അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവൽ, തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനസമൃദ്ധി ഉണ്ടാവാൻ ഉത്തമമാണ്. നാളത്തെ ദിനം തൃതീയ തിഥി കൂടി ഉള്ളതിനാൽ ഗൃഹത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ സന്ധ്യയ്ക്ക് ശേഷം ചന്ദ്രഭഗവാനെ ദർശിക്കുന്നത് ഉത്തമമാണ്. നാളത്തെ ദിനം തുടങ്ങേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യന് ജലം സമർപ്പിച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതി ഭഗവാന് മോദകം പോലെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. നാളെ ബുധനാഴ്ചയും പുണർദം നക്ഷത്രവും തൃതീയയും ചേർന്ന് വരുന്നതിനാൽ ഗണപതി സ്തുതികൾ, ശ്രീകൃഷ്ണ സ്തുതികൾ, ശ്രീരാമസ്തുതികൾ, ബുധഗ്രഹ സ്തുതികൾ എന്നിവ കൂടാതെ വിദ്യാഗോപാല മന്ത്രവും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. സാധിക്കുമെങ്കിൽ ഗണപതി, ശ്രീരാമ, ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്കെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നവഗ്രഹ സ്തുതികളിൽ ബുധഗ്രഹ സ്തുതി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എങ്കിലും ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. എത്രമാത്രം ചൊല്ലുന്നോ അത്രയും ഗുണകരമാണല്ലോ. പ്രിയം ഗുഗലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. നാളത്തെ ദിനത്തിൻ്റെ മറ്റൊരു സവിശേഷത സൗന്ദര്യം, ഐശ്വര്യം, ദാമ്പത്യസുഖം എന്നിവയ്ക്കായി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വളരെ സവിശേഷമായ രംഭാവ്രതം നാളെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ്. ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിനമായ തൃതീയ തിഥി നാളെയാണ്. ഈ ദിനത്തിലാണ് രംഭാവ്രതം അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ രംഭാ തൃതീയ എന്നും വിളിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. സ്വർഗത്തിലെ അപ്സരസായ രംഭ തൻ്റെ സൗന്ദര്യവും യൗവനവും നിലനിർത്താനും സവിശേഷമായ ശക്തികൾ ലഭിക്കാനുമായി പാർവതി ദേവിയെ ഭജിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടാണത്രേ ഈ ദിനത്തിന് രംഭാവ്രതം എന്ന ഒരു പേര് വന്നത്. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും കുടുംബത്തിൻ്റെ സമാധാനത്തിനും വേണ്ടിയും അവിവാഹിതരായ പെൺകുട്ടികൾ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും പൊതുവെ ജീവിതത്തിൽ സമ്പത്തും സൗന്ദര്യവും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഈ വ്രതം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്ത്രീത്വത്തിൻ്റെ പ്രഭയും കുടുംബത്തിൻ്റെ ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിട്ടുള്ള ഉത്തമവും മംഗളകരവുമായ വ്രതമാണ് രംഭാവ്രതം. നാളത്തെ ദിനം അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി പാർവതീദേവിയെയും ലക്ഷ്മി ദേവിയെയും പൂജിക്കുകയും പൂക്കളും മറ്റും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നാളെ ഉച്ച കഴിഞ്ഞ് പൂയൻ നക്ഷത്രം ആരംഭിക്കും. മറ്റന്നാൾ ഉച്ചവരെയാണ് പൂയൻ നക്ഷത്രമുള്ളത്. അതായത് പൂയൻ നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്നതാണ് മറ്റന്നാൾ, അതായത് 18-ാം തീയതി. അങ്ങനെ വരുന്ന വിശേഷ ദിവസത്തെ ഗുരുപുഷ്യയോഗം എന്ന് ആണ് പറയുക. കൂടാതെ മറ്റന്നാൾ തന്നെയാണ് ശുക്ലപക്ഷ വിനായക ചതുർത്ഥിയും.
ആ സുദിനത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും പ്രാധാന്യമുള്ള നാളത്തെ ദിനം ഈ പറഞ്ഞ പോലെ ആചരിച്ച് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ